എങ്ങനെ നിങ്ങളുടെ ആഗ്രഹം കണ്ടെത്താന്ന് പറഞ്ഞോ, പറയണോ? നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയാം. അതിനാണ് നിങ്ങൾ ഇക്കിഗായ് എന്ന് പറഞ്ഞ ജാപ്പനീസ് ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇക്കിഗായ് കേട്ടിട്ടുണ്ടോ? ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ബീയിങ്, ജീവിക്കാൻ ഒരു കാരണം എന്നാണ് അർത്ഥം. 4 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്നാ പറയുന്നത്. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പാഷൻ. എന്താ പാഷൻ എന്ന് പറഞ്ഞാല്? പാഷൻ നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാക്കല്ലേ? എന്താ പാഷൻ എന്ന് പറഞ്ഞാല്? പാഷൻ ഫ്രൂട്ടോ അല്ല, പിന്നെന്താ? ഓടലല്ല. വെരി ഗുഡ്. നമുക്ക് താല്പര്യമുള്ള, ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യത്തെ നമ്മൾ പാഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ഉദാഹരണം പറയേ. ഒരു കഥ. രാത്രി 12 മണി, നല്ല കോരിച്ചൊരിയുന്ന മഴ. നിങ്ങൾ വീട്ടിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുക. അതേക്കുമ്പോ തന്നെ ദിവസമല്ലേ നിങ്ങളിങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങണ മഴയത്ത്. അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചോണ്ട് നിങ്ങളെ റെസ്പോൺസ് എന്തേക്കും? എന്താണ്? ചീത്ത പറയും അല്ലേ? നിങ്ങൾക്ക് ദേഷ്യം വരും, പറ്റുന്നുണ്ടെങ്കിൽ 2 പൊട്ടിക്കും അല്ലേ? എന്നാ ഞാൻ ചെറിയൊരു ട്വിസ്റ്റ് വരുത്താണ് കഥയില്. രാത്രി 12 മണി, കോരിച്ചൊരിയുന്ന മഴ, നിങ്ങളിങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങാണ്. അപ്പൊ ഞാൻ വന്ന് വിളിച്ചോണ്ട് നിങ്ങളോട് പറയാണ്, ഇപ്പൊ നമ്മള് വണ്ടിയെടുത്ത് നാടുകാണി ചുരക്കെ ഇങ്ങനെ കേറി ഗൂഡല്ലൂർ വഴി രാവിലെ ഒരു 5 മണി 6 മണി സമയത്ത്, ആ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഊട്ടിയിലോട്ട് പോയാൽ എത്ര ആൾ റെഡിയാണ്? അത്ര യാത്രക്ക് എത്ര ആൾ റെഡിയാണ്? അല്ലേ? ലിസ്റ്റ് വന്നപ്പോ മാറി. നിങ്ങൾ 80% ആൾക്കാർ റെഡിയാണ്. അല്ലെങ്കിൽ ഞാൻ കഥ ചെറുതായിട്ട് വീണ്ടും മാറ്റാം. ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിട്ട് ഞാൻ പറയണത്, ഇപ്പൊ നമ്മള് അടുത്ത അങ്ങാടിയിൽ പോയിട്ട് നല്ല ചൂടുള്ള മന്തി അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ ഒരു ഫലൂദ കഴിക്കാന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ റെഡി ആയിരിക്കും? ഇപ്പോഴും കുറെ ആൾക്കാർ റെഡിയാകും. കാരണം യാത്ര എന്നുള്ളത് നിങ്ങളെ പല ആൾക്കാരും പാഷനാണ്. അതേപോലെ തന്നെ ബിരിയാണി കഴിക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളത് പല ആളുകളുടെയും പാഷനാണ്. അല്ലേ? റൈറ്റ്? അപ്പൊ രാത്രി 12 മണിക്ക് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാതെ ചെയ്യാൻ റെഡി ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ പൊതുവെ പാഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ എല്ലാവരും പറയും നമ്മളെ പാഷൻ, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കരിയർ ആക്കണം. ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്കൊരു കരിയർ ആക്കാൻ, ജോലിയാക്കാൻ പറ്റുമോ? അല്ലെ യാത്ര ചെയ്യാന്നുള്ളത് പറ്റുമോ? ചില ആൾക്കാർക്ക് അല്ലെ, ഹലോ ഗൈസ്, ഞങ്ങൾ ഈ റിസോർട്ടിലാണുള്ളത്, ഇവിടെ ഭയങ്കര വൈബാണ്, ഈ ഫുഡ് നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇത് പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? ഇല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് പറ്റുള്ളൂ. അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. അതാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു ആർ ആക്ച്വലി ഗുഡ് അറ്റ്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് പല ആൾക്കാർക്കും നന്നായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് NMMS കിട്ടാനുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് സാറ്റും മാറ്റും ഒക്കെ എഴുതിയിട്ടില്ലേ? മെന്റൽ എബിലിറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ സയൻസിൽ അല്ലെങ്കിൽ മാത്സിൽ നല്ല എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും, നന്നായി വായിക്കുന്ന ആൾക്കാരുണ്ടാവും, നന്നായി എഴുതുന്ന ആൾക്കാരുണ്ടാവും, നന്നായി മാത്തമാറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നന്നായി ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അതാണ് എന്ത്? നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളത്. വാട്ട് യു ആർ ആക്ച്വലി ഗുഡ് അറ്റ്. നിങ്ങൾ എന്തിനാണ് ഉഷാറെന്ന് കണ്ടെത്തിയിട്ട് അതിന് നിങ്ങൾ പരമാവധി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മാത്സിലാണ് മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ മാത്സിലുള്ള നിങ്ങളെ കഴിവ് കുറച്ചുകൂടി അടിപൊളിയാക്കണം. നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ നിങ്ങൾ നന്നായി പ്രസംഗിക്കണം. ഇതെങ്ങനെ ഉണ്ടാവുക? ഇത് പലതും എന്താണ്? നമുക്ക് ആദ്യം തന്നെ ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഈ സ്കില്ല് എന്നുള്ളത് അല്ലെങ്കിൽ ടാലന്റ് എന്നുള്ളതൊക്കെ വളരെ ഇൻബോൺ ആയിട്ടുള്ള ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യമാണ്. എനിക്കതൊന്നും ഇല്ല, എനിക്ക് മാത്രം ബുദ്ധിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ പോരാ. ഇതൊക്കെ ഒരു വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെടുക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ കൂളായി സംസാരിക്കുന്നു അല്ലേ? ഞാൻ സ്കൂളിലുള്ള പ്രസംഗ മത്സരത്തിലൊക്കെ കാല് മുട്ടിടിക്കാതെ ഞാൻ കേറിയിട്ടില്ല. എന്റെ ഉമ്മ എന്നെ തള്ളി വിട്ടിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത്. എനിക്ക് ഒരിക്കലും സ്കൂളിലെ ഒരു പ്രസംഗ മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ആയത്? സംസാരിക്കാൻ തുടങ്ങിയത് അത് ഏതോ ഒരു സന്ദർഭത്തിൽ സംസാരിക്കേണ്ട ആവശ്യം നമ്മൾ സംസാരിച്ചു, പിന്നെ വീണ്ടും സംസാരിച്ചു, അങ്ങനെ നമ്മൾ പ്രസംഗിച്ചു, അല്ലെങ്കിൽ നമ്മള് ക്ലാസ്സുകൾ എടുത്തു, അങ്ങനെ ബെറ്റർ ആയി വന്നു. അത്രേ ഉള്ളൂ. എങ്ങനെ മാത്സിൽ ബെറ്റർ ആവുക? പണ്ട് എനിക്ക് മാത്സിൽ മാർക്ക് കുറവായിരുന്നു, അപ്പൊ അത് പറഞ്ഞിങ്ങനെ മാത്സിൽ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ മാത്സ് പ്രോബ്ലം ചെയ്യണം അല്ലേ? സയൻസിൽ അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ സയൻസ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം, സയൻസിൽ നന്നായി പഠിക്കണം.
ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നോവലുകളോ മലയാളം നോവലുകളോ നന്നായി വായിക്കണം, എഴുതാൻ ശ്രമിക്കണം. അങ്ങനെ കുറെ ചെയ്യുമ്പോൾ ബെറ്റർ ആയി വരും. കുറെ എഴുതുമ്പോൾ അടിപൊളിയായി മാറും, കുറെ സംസാരിക്കുമ്പോൾ നല്ല പ്രാസംഗികനായി മാറും, കുറെ മാത്സ് ചെയ്യുമ്പോൾ നല്ല മാത്തമാറ്റീഷ്യനിലോട്ടുള്ള ഒരു ഫസ്റ്റ് കാൽവെപ്പായി മാറും. ഇതിനെന്ത് ചെയ്യണം? മടിയൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. റീൽസും ഷോർട്സും യൂട്യൂബും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങണം. അപ്പൊ നമ്മൾ ഇതിന് ബെറ്റർ ആയി മാറും. മൂന്നാമത്തേത് വൊക്കേഷൻ, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. എന്താ വൊക്കേഷൻ എന്ന് പറഞ്ഞാല്? എന്തിനാ നമ്മൾ ജോലി ചെയ്യുന്നത്? എന്തിനാ ജോലി ചെയ്യുന്നത്? സത്യസന്ധമായ ഉത്തരം പറയാം. എന്തിനാ ജോലി ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഈ പൈസ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മള് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെഷീന് കേടുവന്നു. ഓക്കെ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ മെഷീൻ കേടുവന്നു. മെഷീന് കേടുവന്നപ്പോ നന്നാക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അയാൾ വന്നു, ഇത് നോക്കി, ഒരു സ്ഥലത്ത് പോയിട്ട് ചുറ്റിക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മേടി. നോക്കുമ്പോ മെഷീൻ ഓണായി. അയാളെ ബില്ല് എഴുതി കൊടുത്തു. എന്താ? 15,000 രൂപ. 15,000 രൂപ. അപ്പോ നന്നാക്കാൻ വിളിച്ച ആൾ ചോദിച്ചു, അല്ല എന്തിനാ 15,000 രൂപ? ഇവിടെ ഇങ്ങനെ മേടിയനാണോ 15,000 രൂപ? ഒരു ചുറ്റിക്കെടുത്ത് 2 മേട്ടം മേടിയനാണോ 15,000 രൂപ? മുമ്പ് പറഞ്ഞോ, അല്ല ചുറ്റിക്കെടുത്ത് മേടിയനല്ല 15,000 രൂപ, എവിടെ വേണമെന്ന് അറിയണേനാണ് 15,000 രൂപ. എവിടെ ചുറ്റിക്കെടുത്ത് എവിടെ വേണം? ഇത്ര കോംപ്ലക്സ് ആയ മെഷീനിലെ ചുറ്റിക്കെടുത്ത് എവിടെ മേടണം എന്ന് അറിയുന്നതിനാണ് എന്ത് 15,000 രൂപ. ശരിയല്ലേ? അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾക്ക് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റിയത്, അത് സോൾവ് ചെയ്യാൻ പറ്റിയത് അല്ലേ? നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഓരോ സ്കില്ലിനും വാല്യൂ ഉണ്ട്. എപ്പോ നിങ്ങൾ അതിൽ ഡീപ്പർ ആയി പോയി നിങ്ങൾ അതിൽ അടിപൊളിയായി മാറുമ്പോൾ. മെറ്റ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് മെറ്റ അല്ലേ? ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഓൺ ചെയ്യുന്ന കമ്പനി ഏതാണ്? മെറ്റയാണ്. ആരാ അതിന്റെ ഹെഡ്? ആരാ? സിഇഒ ആരാ? മാർക്ക് സക്കർബർഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഓപ്പൺ എഐ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ചാറ്റ് ജിപിടി ഇല്ലേ? ചാറ്റ് ജിപിടി ഉണ്ടാക്കിയ കമ്പനിയാണ് ഓപ്പൺ എഐ. ചാറ്റ് ജിപിടി ഉണ്ടാക്കിയ കമ്പനിയാണ് ഓപ്പൺ എഐ. ചാറ്റ് ജിപിടി ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഓപ്പൺ എഐ മെറ്റയും തമ്മിൽ ഇപ്പൊ വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. എന്താ യുദ്ധം എന്നറിയോ? ഏറ്റവും ബെസ്റ്റ് ആളുകളെ ഞങ്ങളുടെ കമ്പനിക്ക് വേണം. അങ്ങനെ ചാറ്റ് ജിപിടി ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന ഒരു ഇന്ത്യക്കാരനെ മെറ്റ കമ്പനി നേരിട്ട്, അതിന്റെ സിഇഒ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ് നേരിട്ട് പിടിച്ച് ഇപ്പോ മെറ്റയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിരുത്തി. ആളുടെ പേരെന്താ അറിയോ? ത്രപിത് ബൻസാൽ എന്നാണ് ആളുടെ പേര്. ത്രപിത് ബൻസാൽ, നോർത്ത് ഇന്ത്യക്കാരനാണ്. ത്രപിത് ബൻസാലിനെ ചാറ്റ് ജിപിടിയിൽ നിന്ന് മെറ്റയിലോട്ട് വരാൻ വേണ്ടി, ഫേസ്ബുക്കിലോട്ട് വരാൻ വേണ്ടി പുള്ളി ഓഫർ ചെയ്ത സാലറി എത്ര അറിയാം നിങ്ങൾക്ക്? 850 കോടി രൂപ. 850 crore rupees. 850 കോടി രൂപ. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള ലയണൽ മെസ്സി ഇന്റർ മിയാമിയിൽ വാങ്ങുന്നതിനേക്കാളും വലിയ സാലറിയാണ് ഒരു എഞ്ചിനീയർക്ക് ഓഫർ ചെയ്യുന്നത്. അയാൾ എന്താ പഠിച്ചത് നിങ്ങൾക്ക്? എന്തായിരുന്നു പഠിച്ചത്? മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്. IIT കാൺപൂർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഞാൻ IIT മദ്രാസിൽ പഠിച്ച. ഇന്ത്യയിൽ 23 IIT ഉണ്ട്. അതിൽ ഏറ്റവും പഴയ 7 IIT ഉണ്ട്. ആ 7 IIT-കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട IIT-കളിലൊന്നാണ് IIT കാൺപൂർ. IIT കാൺപൂരിൽ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ടല്ലോ. മാത്സിന്റെ ഒരു ഉപശാഖയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്സ് പഠിച്ച ആളാണ് ത്രപിത് ബൻസാൽ. എന്ത് വേണം? പുള്ളി എന്താ ചെയ്തത്? ആ മാത്സിൽ അടിപൊളിയായി. സയൻസിൽ അടിപൊളിയായി. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ഈ മാത്സ് ആണോ, സയൻസ് ആണോ, സോഷ്യൽ സയൻസ് ആണോ, ലാംഗ്വേജ് ആണോ, ഇംഗ്ലീഷ് ആണോ, മലയാളമാണോ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയി മാറുക. മാറിയാൽ യു ക്യാൻ ഗെറ്റ് പെയ്ഡ് ഫോർ. ആൻഡ് നാലാമത്തെ കാര്യം മിഷൻ. 3 കാര്യങ്ങൾ പറഞ്ഞു: പാഷൻ, പ്രൊഫഷൻ, വൊക്കേഷൻ. നാലാമത്തത് മിഷൻ, വാട്ട് ദ വേൾഡ് നീഡ്സ്. ലോകത്തിന് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പൈസ ഉണ്ടാക്കാൻ 100,000 മാർഗങ്ങളുണ്ടാവും. പക്ഷെ അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യാം. നമ്മൾ ഉപകാരപ്രദമായ, ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താല് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു കരിയർ ഉണ്ടാവും. എന്ന് മാത്രമല്ല,
ഞാൻ ഇപ്പൊ നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു, ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു. ആരൊക്കെ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്? യെസ്, പേരെന്താ? ഒന്ന് റിയാനോട് സംസാരിച്ചു നോക്കാം നമ്മള്. യെസ്, റിയാൻ ഏത് ക്ലാസ്സിലാ? 5B. വെരി ഗുഡ്. 5Bയിൽ പഠിക്കുന്ന റിയാന് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ആവാന് എന്താ ചെയ്യേണ്ടത് റിയാന്? 5ാം ക്ലാസ്സിൽ എത്തി എന്തൊക്കെ ചെയ്യണം? എപ്പോഴാ നീറ്റ് എക്സാം എഴുതുക? +1 കഴിഞ്ഞു. വെരി ഗുഡ്. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇപ്പോഴേ റിയാൻ അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നീറ്റ് പരീക്ഷ എഴുതണം. അറിയാത്തവർ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാനല്ല ക്ലാസ് എടുക്കുന്നത്, റിയാനാണ് ക്ലാസ് എടുക്കുന്നത്. നീറ്റ് പരീക്ഷ എഴുതണം. ഓക്കെ, ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് MBBS എടുക്കണം. എന്ത് ഡോക്ടർ ആവണ്ടേ? സർജൻ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്താണ് ഫാദർ പറഞ്ഞോട് സർജൻ ആവണമെന്ന്? ഫാദർ എന്തിനാ സർജൻ ആവണമെന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞോണ്ട് പാപ്പായുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് റിയാന് ഇറങ്ങിക്കണം. വെരി ഗുഡ്. റിയാൻ നല്ലൊരു സർജൻ ആവട്ടെ. വെരി ഗുഡ്. ഏത് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് റിയാൻ ഡോക്ടർ ആവുന്നത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്? കോഴിക്കോട്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ഞാൻ സത്യം പറയാം, ഞാൻ വളരെ ജെന്യുവനായി പറയാം. ഇത്ര ലെവൽ ഓഫ് ക്ലാരിറ്റി 5ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ എത്തിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്കൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഓക്കെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. എന്റെ ഭാര്യ അവിടെ പഠിച്ചതാണ്, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് MBBS ഫീസ് എത്ര? നിങ്ങൾക്ക് 30,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. ഒരു കൊല്ലത്രായി? സോറി, 5 കൊല്ലം MBBS. 5 കൊല്ലത്തിന് എത്രയായി ഫീസ്? 1,50,000 രൂപ ഫീസ് കൊടുക്കണം. ഓക്കെ, എന്നാൽ തൊട്ടപ്പുറത്തുള്ള ഒരു KMCT മെഡിക്കൽ കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ MES മെഡിക്കൽ കോളേജ് ഉണ്ട് ഇവിടെ അടുത്ത്. MES മെഡിക്കൽ കോളേജിൽ നിങ്ങൾ നീറ്റ് എഴുതി എൻട്രൻസ് എഴുതി മെറിറ്റില് നിങ്ങൾക്ക് സീറ്റ് കിട്ടി എത്ര രൂപ ഫീസ് കൊടുക്കണം അറിയാം? നിങ്ങൾക്ക് 8 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം ഒരു വർഷം. 8 ലക്ഷം രൂപ. 5 വർഷത്തേക്ക് എത്രയായി? 40 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം. ഒരു ഗവൺമെന്റ് സീറ്റും ഒരു MES സീറ്റും തമ്മിൽ എത്ര ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്? 1.5 ലക്ഷവും 40 ലക്ഷം. എത്ര വ്യത്യാസമുണ്ട്? 38 ലക്ഷം രൂപ വ്യത്യാസമുണ്ട് അല്ലെ? 38 ലക്ഷം രൂപ ലാഭമാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാ? ഏതാ? എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹി. എയിംസിൽ ഒരു വർഷത്തെ ഫീസ്. അതേപോലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ് ജിപ്മർ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്. ഡോക്ടർ ആവാൻ താല്പര്യമുള്ള എഴുതി വെക്കണം. ജിപ്മർ എവിടെ അറിയാം? പോണ്ടിച്ചേരിയാണ്, നമ്മുടെ അടുത്താണ്. ഒരു രാത്രി കൊണ്ട് നമുക്ക് പോയാൽ. എന്റെ അനിയത്തി അവിടെ പഠിച്ചത്, അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ജിപ്മറിന്റെയും എയിംസിലെയും ഒരു വർഷത്തെ ഫീസ് 1200 രൂപയാണ്. എത്ര? 1200 രൂപ. ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ എത്ര രൂപ ചെലവാക്കണം? 5 × 1200 എത്ര? 5 12 എത്ര? 60. 6000 രൂപ. എയിംസിലും അതേ പൈസ. 6000 രൂപയ്ക്ക് ഡോക്ടർ ആവാം. 40 ലക്ഷം രൂപ കൊടുത്തിട്ട് ഡോക്ടർ ആവാം. കോടികൾ കൊടുത്തിട്ട് ഡോക്ടർ ആവാം. ഏത് ഡോക്ടറാ നമ്മളൊക്കെ ആവുക? ഏതാണ്? 6000 ആവൂലേ? ആവോ? ആവണം അല്ലേ? അപ്പൊ അതിനെന്ത് വേണം? അതിനു വേണ്ടി നമ്മളൊന്ന് മിനക്കെട്ട് ഇറങ്ങണം. ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ പുറത്തുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു, മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു. അതേപോലത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് IIT മദ്രാസ്. ഞാൻ പഠിച്ച IIT മദ്രാസിലാണ്. IIT മദ്രാസ് എന്നുള്ളത് ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്. IITക്ക് അത്രയ്ക്ക് ഏത് പരീക്ഷ എഴുതേണ്ടത്? ഏത് പരീക്ഷ? JEE എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്. JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. 14 ലക്ഷം ആൾക്കാർ എഴുതും, 15 ലക്ഷം ആൾക്കാർ എഴുതും. JEE എഴുതിക്കണം കാണാൻ ഭയങ്കര സന്തോഷം. ആ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. മെഡിസിൻ വിട്ടു അല്ലേ? എഞ്ചിനീയറിംഗ് നോക്കും. JEE 850 കോടി ശമ്പളം കണ്ടാൽ എന്തിനാ മെഡിസിൻ അല്ലേ? എഞ്ചിനീയറിംഗ് അതാണോ നോക്കുന്നത്? എഞ്ചിനീയറിംഗ് പറയുന്നത്, മെഡിസിൻ ഒന്നും വേണ്ട. JEE എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ട്. അത് എഴുതിയിട്ടാണ് ഞാനും അവിടെ എത്തിയത്. IIT മദ്രാസ് ക്യാമ്പസിന്റെ വലുപ്പത്തിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും? ഇത് ഗസ് ചെയ്യാം. പന്നിപ്പാറ ടൗൺ എത്ര ഉണ്ടാവും? ഈ സ്കൂൾ എത്ര ഏക്കർ ഉണ്ടാവും?
40 ഏക്കറാണ് IIT മദ്രാസ്. അല്ല, 40 ഏക്കർ അല്ല, 140 ഏക്കർ. അത്രക്ക് ഉണ്ടാവോ? ഇല്ല, പക്ഷെ അത്ര അല്ല, അതിനേക്കാളുണ്ട്. 200 അല്ല, 780 ഏക്കറാണ്. 780 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസ് ആണ് IIT മദ്രാസ്. നിങ്ങൾക്ക് ഫോട്ടോ കാണാം, എന്റെ ഫോട്ടോ ആണ് രണ്ടും. കുറച്ച് അന്ന് ഇങ്ങനത്തെ വലിയ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേ നോക്കിയ ഫോൺ എടുത്ത ഫോട്ടോ. പിന്നെ ഒന്ന് ലാബിൽ ഇരിക്കുന്ന ഫോട്ടോ ആണ്. രണ്ടാമത്തത് ഒരു സൈക്കിൾ ഇങ്ങനെ നേരത്തെ കാണാം. അതായത് 780 ഏക്കർ എന്ന് പറഞ്ഞാല് വലിയ ക്യാമ്പസാണ്. അപ്പോ നടന്ന് വേണം പോവാന്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി വേണം പോവാന്. അതിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. എന്താ അറിയോ നമുക്ക്? നിങ്ങൾ നാഷണൽ പാർക്ക് കേട്ടിട്ടുണ്ടോ? ദേശീയോദ്യാനങ്ങൾ, സൈലന്റ് വാലി, ഇരവികുളമൊക്കെ പോലെ, അതേപോലെ ഒരു നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് IIT മദ്രാസ്. അപ്പൊ അവിടെ കുറെ മൃഗങ്ങളുണ്ട്, കുറെ മാനുകളും കുരങ്ങന്മാരും പിന്നെ കുറച്ച് മനുഷ്യന്മാരും. അപ്പൊ അങ്ങനെ കുറെ മൃഗങ്ങൾ ഉണ്ടായതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ്, ബൈക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സൈക്കിൾ ചവിട്ടി വേണം. ഹോസ്റ്റലിൽ നിന്ന് എന്റെ ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഒക്കെ സൈക്കിൾ ഓട്ടണം. 3 കിലോമീറ്റർ ഇപ്പൊ 5-10 എത്തും. സൈക്കിളൊക്കെ ചവിട്ടിട്ട് നമ്മൾ പോരും. ഓക്കെ, വലിയ വിശാലമായ ക്യാമ്പസ്. കാരണം മാനുകളെ കണ്ട നമ്മൾ ഫോട്ടോ ഉണ്ടാവും, റോഡിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾ ഒരു ട്രിപ്പിന് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയാ പനോടും മാനോടും അച്ഛനോടും അമ്മനോടൊക്കെ പറയുന്നത് നമുക്കൊന്ന് മദ്രാസ് IIT ഒന്ന് പോയി നോക്കാം. ചെന്നൈയിൽ പോവാണ്, നിങ്ങൾ ഒരു മൂന്നാറൊക്കെ പോകണതിന് പകരം അത്ര ചെലവ് നിങ്ങൾക്ക് ആവുള്ളൂ. IIT മദ്രാസ് നിങ്ങൾ പോവാം. നിങ്ങൾ തീരുമാനിക്കും ഞാൻ ഇവിടെ തന്നെ പഠിക്കുള്ളൂ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താ ജമ്മുവിൽ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇങ്ങനത്തെ 20-ലധികം ഹോസ്റ്റലുകൾ ഉണ്ട്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ലൈബ്രറി കാണാം. ഒരു 7-8 നിലയുള്ള ലൈബ്രറി. നടുവിലുള്ളത് ഒരു ഓപ്പൺ എയർ തിയേറ്റർ ആണ്. സിനിമയും അതേപോലെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണിക്കും. അതായത് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പോയാൽ അവിടെ എന്തോ ഭയങ്കര പഠിപ്പിസ്റ്റുകൾക്കുള്ള സ്ഥലം മാത്രമെന്ന് വിചാരിക്കണ്ട, ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റിൽ കാണുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. കെംപ്ലാസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീം ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ഗ്രൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫുട്ബോൾ ആണെങ്കിൽ അത്, നീന്തലാണെങ്കിൽ അത്, ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്സ് ഉണ്ട്, ഹോക്കി ഗ്രൗണ്ട്സ് ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ക്യാമ്പസ്. IIT മദ്രാസ് ഞാൻ അവിടെ പഠിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ ഇത്തരത്തിലുള്ള ടോപ്പ് സ്ഥാപനങ്ങളിൽ പോയാലും പഠനം മാത്രമല്ല, ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാ നിലക്കുള്ള ഡെവലപ്മെന്റ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും? ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നല്ല അക്കാഡമിക്സ്, നല്ല താമസം, സൗകര്യം, എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം മിതമായ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. ഓക്കെ, നമ്മളൊന്നും അറിയാം, നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരാണ്. ഫീസ് IITസിൽ ഇപ്പോ 60,000-70,000 രൂപക്കാണ് ഒരു സെമസ്റ്റർ ഫീസ്. ഇപ്പൊ കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു വർഷം 1 ലക്ഷം രൂപയുടെ മേലെ. എന്നാലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരുപാട് ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ പഠിച്ചിറങ്ങുന്നതിന് 6 മാസം എനിക്ക് ജോലി കിട്ടി. പഠിച്ചിറങ്ങുന്നതിന് 6 മാസം ജോലി കിട്ടി, പാസ്സാവുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, അതിനൊക്കെ അപ്പുറം ലോകം ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പേഴ്സ് ആയി വരുന്നത് ഇത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങൾ പഠിക്കുന്നവരാണ്. സിവിൽ സർവീസിൽ ടോപ്പേഴ്സ് ആയി വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് യൂണിവേഴ്സിറ്റി എന്നറിയോ? ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിനാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചവരാണ് സിവിൽ സർവീസിൽ ടോപ്പേഴ്സ് ആയി വരുന്നത്. കാരണം എന്താ? അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ സ്വപ്നം കാണുന്നവര്. നിങ്ങളിപ്പോ ഉള്ളത് എവിടെയാ? നിങ്ങളിപ്പോ ഉള്ളത് പന്നിപ്പാറയിലെ ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമപ്രദേശത്തെ ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റിന്റെ കൂടെ ഇരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ കുറച്ചുകൂടി സ്വപ്നങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ കുറച്ചുകൂടി വലുതാവും, നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോകും. ഓക്കെ, എഞ്ചിനീയറിംഗ് IIT മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ NIT കാലിക്കറ്റ് ഉണ്ട്. അവിടെ നിന്നൊരു 3/4 മണിക്കൂർ പോയാൽ മതി. കേട്ടിട്ടുണ്ടോ? കാട്ടാങ്ങൽ മുക്കം എന്ന് പറഞ്ഞ മുക്കത്തിനടുത്ത് കോഴിക്കോട് NIT ഉണ്ട്. എന്റെ അനിയത്തെ കാണാൻ പഠിച്ചത്. അപ്പോ നല്ല ഒരു 200-250 ഏക്കറുള്ള ക്യാമ്പസ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT. ഇനിയാണ് നിങ്ങളോട് മാത്രം ഒരു കാര്യം പറയാം. ഈ സൈഡിൽ ഇരിക്കുന്ന പെൺകുട്ടികളോട് അവിടെയുണ്ട് കുറച്ച് ഒരു രഹസ്യം പറയട്ടെ. നിങ്ങൾക്ക് വിലക്കാട് അവിടെ പോകാനേ എളുപ്പമാണ്. എന്താ അറിയോ? ഈ JEE എന്ന് പറഞ്ഞ പരീക്ഷയിൽ എസ്പെഷ്യലി IITയിലും NITയിലും ഒക്കെ 20% സൂപ്പർ ന്യൂമറി റിസർവേഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞാല് ഇപ്പോ IIT മദ്രാസിൽ 100 സീറ്റ് കമ്പ്യൂട്ടർ സയൻസിന് ഉണ്ടെങ്കിൽ അത് 120 സീറ്റാണ്. ഈ 20 എക്സ്ട്രാ സീറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം. ബാക്കി 100 സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. That is not democracy, that is justice. ഇതാണ് നീതി. കാരണം അവരെ എഞ്ചിനീയറിംഗിന് കുറവാണ്, അവരെ മുന്നിൽ കൊണ്ടുവരാൻ. ഞങ്ങളൊന്നും എടുത്തിട്ട് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ട് അതിന് ഓരോ കൂടുതൽ കയറ്റാണ്.
അപ്പൊ ഇവര് ചെയ്യ പരീക്ഷയ്ക്ക് വാങ്ങുന്ന മാർക്കിനേക്കാൾ 20 മാർക്ക് കുറച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി, നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടും. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ NIT ഉണ്ട്, ISRO പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം എത്ര ആൾക്കാരുണ്ട്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO എന്നുള്ളത് ഇന്ത്യയിലെ നമ്മള് സാറ്റലൈറ്റ് ഒക്കെ വിടുമ്പോ കോട്ടൊക്കെ ഇട്ട് ടിവിയില് അല്ലെ നമ്മളൊക്കെ കാണുന്ന നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ISRO നിങ്ങൾ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ISRO ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സ്ഥാപനത്തിന്റെ പേരാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIST. എല്ലാവരും എഴുതുന്നല്ലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, IIST. ഓക്കെ, IIST എവിടെയുള്ളത്? അത് ISRO നേരിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മുടെ നാട്ടിലുള്ളത് തിരുവനന്തപുരത്താണ്, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്താണുള്ളത്. അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാല് നമുക്ക് ISRO നേരിട്ട് ജോലിക്ക് അവരുണ്ട്. എനിക്ക് അഡ്മിഷൻ കിട്ടി, ഞാൻ പോയില്ല, ഞാൻ IIT പോയത് പകരം എന്റെ 2 ഫ്രണ്ട്സ് ആണ് പോയി. രണ്ടാളും ISRO ജോലി ചെയ്യില്ല, സയന്റിസ്റ്റുകളായിട്ട്. ഉണ്ണികൃഷ്ണൻ ഉണ്ട്, സജിൻ ഉണ്ട്, രണ്ടാളും IIST ജോലി ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്പേസ് സയൻസ്, ബഹിരാകാശ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. റൈറ്റ്, നെക്സ്റ്റ്. അവിടെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൂഗിൾ, ആമസോൺ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതാരൊക്കെ നിങ്ങൾക്ക് ഇതാരാ അറിയില്ല? ഒന്ന് സുന്ദർ പിച്ചൈ, ഗൂഗിളിന്റെ CEO. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചൈ ഇന്ത്യക്കാരനാണ്. അടുത്ത റോമൻ സേനി, അൺഅക്കാഡമി എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ്. അൺഅക്കാഡമി എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിന്റെ. പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോക്ടർ, എയിംസിൽ പോയി MBBS എടുത്ത് ഡോക്ടറായി. എന്നിട്ട് അത് കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷ എഴുതി 18ാം റാങ്ക് വാങ്ങി. IAS എടുത്തു, എന്നിട്ട് IAS രാജിവെച്ചു, എന്നിട്ട് കമ്പനി തുടങ്ങി. നമ്മൾ ആലോചിച്ച് നോക്ക്. നെക്സ്റ്റ് പോട്ടെ, അടുത്ത ആള് അരവിന്ദ് കെജ്രിവാളിനെ അറിയോ? പത്രം വായിക്കാറുണ്ടോ? USS കിട്ടിയ ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ. ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, IIT ഗ്രാജുവേറ്റ് ആണ്, സിവിൽ സർവീസ് ഓഫീസർ ആണ്. അപ്പോ ഞാൻ പറഞ്ഞത് വെച്ചാല് ഈ ഒരു കാര്യം കഴിഞ്ഞ രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു, എക്കണോമിസ്റ്റ് ആണ്, IIT ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ IIT-ലോ അല്ലെങ്കിൽ എയിംസിലൊക്കെ പോയാൽ ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പല ഏരിയയിൽ പോകാം. ഓക്കെ, നിങ്ങൾക്ക് എക്കണോമിയിലോട്ട് പോവാം, നിങ്ങൾക്ക് സയൻസിലോട്ട് പോവാം, നിങ്ങൾക്ക് ബിസിനസ്സിലോട്ട് പോവാം, സിവിൽ സർവീസിലോട്ട് പോവാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഏരിയകളിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോ എയിംസ് ഞാൻ പറഞ്ഞു അല്ലേ. അതേപോലെ ജിപ്മർ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. പട്ടാളത്തിൽ പോയി ഡോക്ടർ ആവാൻ പറ്റും, കേട്ടിട്ടുണ്ടോ? AFMC, ആർംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ഓക്കെ, യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുക മാത്രമല്ല, ശുശ്രൂഷിക്കല്ലേ എന്താ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ യുദ്ധത്തിൽ പരിക്കുപറ്റുന്നവരെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമല്ല, ആർമി ഹോസ്പിറ്റൽസ് ഉണ്ട്. ആർമി പല കാര്യങ്ങളും ഇടപെടും. ഇപ്പോ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായില്ലേ? വയനാട്ടില് മണ്ണിടിച്ചിലുണ്ടായപ്പോ, ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ ആരാ വന്നത്? ആർമിയാ വന്നത്. ആർമിയിലെ ഡോക്ടേഴ്സ് വരും, അവരതിനൊക്കെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിരിക്കും അല്ലെ? നിങ്ങൾക്കൊരു ലെഫ്റ്റനന്റ് കേണൽ, മേജർ പദവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെഡിക്കൽ കോളേജ് AFMC എന്ന് പറഞ്ഞ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, ഇത് എവിടെ അറിയോ? ഇത് മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൂനെ. ഓക്കെ, അപ്പൊ അവിടെയാണുള്ളത്, പൂനെ. യെസ്, നെക്സ്റ്റ്. അതേപോലെ നിങ്ങൾ സയൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ IIT-കളുണ്ട്, IISER-കളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതേപോലെ NISER ഉണ്ട്. IISc, ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc. ഒരു ഓപ്പർച്യൂണിറ്റി കൂടി പറഞ്ഞുതരാം. IISc സമ്മർ ആകുമ്പോൾ, അതായത് വെക്കേഷൻ സമയമാകുമ്പോ എന്ത് ക്ഷണിക്കും? IISc ഇന്റേൺഷിപ്പിന് അപേക്ഷ എടുക്കും. ഹൈസ്കൂൾ കുട്ടികൾക്ക് 2 ആഴ്ച IISc പോയി നിൽക്കാൻ പറ്റും. ചെറിയ എന്തെങ്കിലും ചെലവുണ്ടാവും, അവിടുത്തെ ലാബുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഞങ്ങളുടെ XMI-ലുള്ള കുറച്ച് കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷം പോയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഇത് മാനേജ്മെന്റ് MBA ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ IIM പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. നെക്സ്റ്റ്, നിയമം പഠിക്കണമെന്നുണ്ടെങ്കിൽ NALSER, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ കോടതിയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ഇത്രേ പറഞ്ഞോളൂ.
നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങളെ തീരുമാനമാണ്. പക്ഷെ എന്ത് പഠിക്കുകയാണെങ്കിലും ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിന്ന് പഠിക്കുക. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എവിടെ പോയി പഠിക്കണ്ടേ? മെഡിസിൻ എവിടെ പോയി പഠിക്കണ്ടേ? കേൾക്കുന്നില്ല. മെഡിസിൻ എവിടെ പോയാൽ പഠിക്കണ്ടേ? എയിംസിൽ പോയി പഠിക്കണം അല്ലെ? എഞ്ചിനീയറിംഗ് എവിടെ പോയി പഠിക്കണം? IIT പോയി പഠിക്കണം അല്ലെ? ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം, ഇങ്ങനെ തീരുമാനം എടുക്കുക. എന്താണ് പഠിക്കുന്നത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ. പക്ഷെ അവിടെയാണ് നമുക്ക് ഇതേപോലത്തെ ഒരുപാട് പരീക്ഷകൾ വരും. ഇപ്പൊ നിങ്ങൾ NMMS-ഉം USS ഒക്കെ എഴുതിയത്. ഇപ്പോ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താ അറിയോ? ഇപ്പൊ USS പരീക്ഷ എത്ര മാർക്ക് കിട്ടിയാലും ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു. എത്ര? 63 മാർക്ക് കിട്ടിയ ഞങ്ങൾ USS ക്വാളിഫൈ ചെയ്യും അല്ലെ? അത് 63-ന് മേലെ എല്ലാവർക്കും കിട്ടിയാൽ എല്ലാവർക്കും USS കൊടുക്കും. അതാണ് ഗവൺമെന്റിന്റെ പോളിസി, ശരിയല്ലേ? ആസ് ഓഫ് നോ ഇപ്പതൊക്കെ പോളിസി. NMMS അങ്ങനെയാണോ? അല്ല. NMMS ഒരു ജില്ലയിൽ നിന്ന് ഇത്ര ആളുകൾ ഉണ്ടാവും, അത്ര ആളുകൾക്ക് കൊടുക്കും. നിങ്ങൾ അടുത്ത പരീക്ഷ ഒരു കേരള എൻട്രൻസോ, കേരളത്തിൽ ഇത്ര ആളുകൾ ഉണ്ടാവും, അവരോട് നമ്മൾ മത്സരിക്കണം അല്ലെ? അതേപോലെ തന്നെ ഇനി JEE നീറ്റ് ആണെങ്കിലോ, നീറ്റ് പരീക്ഷ എഴുതുന്നത് 20 ലക്ഷം 25 ലക്ഷം ആൾക്കാർ ഒരു കൊല്ലം. ആ 25 ലക്ഷത്തിന് 50,000 ഡോക്ടർ ആവാൻ പറ്റും. JEE ആണ് ഏറ്റവും ടഫ് JEE ആണ് പരീക്ഷയുടെ ഒരു ഇത് വെച്ച്. ഓക്കെ. അതേപോലെ തന്നെ JEE ഒരു 15 ലക്ഷം ആൾക്കാർ എഴുതുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ പരീക്ഷകളും നെക്സ്റ്റ് പരീക്ഷകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. നമ്മള് സ്കൂളിൽ എഴുതുന്ന പരീക്ഷകളൊക്കെ ഒരു സബ്ജക്റ്റീവ് എക്സാം ആണ് അല്ലെ? നമ്മൾ 5 മാർക്കിന്റെ ചോദ്യത്തിന് എഴുതി ലാസ്റ്റ് ഉത്തരം തെറ്റിയ ടീച്ചർ വിചാരിക്കും എന്താണ്, നമ്മുടെ കുട്ടിയല്ലേ, 5-ന് എത്ര മാർക്ക് കൊടുക്കാം, സ്റ്റെപ്പിന് നമുക്ക് 3 മാർക്ക് കൊടുക്കാം. എന്നാൽ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷക്ക് അങ്ങനെയാണോ? അല്ല. അവിടെ തെറ്റിയാൽ 0 മാർക്കും പോരാത്തിന് എന്തുണ്ടാവും, ഉള്ള മാർക്കും 1 മാർക്ക് കുറക്കും ചെയ്യും. JEE പരീക്ഷ വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് പരീക്ഷയാണ് JEE. എന്താ റീസൺ അറിയാം നിങ്ങൾക്ക്? ഞാനൊരു രസകരമായ കാര്യം പറയാം. JEE പരീക്ഷയില് ഒരു ക്വസ്റ്റ്യന് 5 ഓപ്ഷൻസ് വരും. സാധാരണ 5 ഓപ്ഷനിൽ എത്ര ഓപ്ഷനാണ് ശരിയാവുക? USS NMMS-ലൊക്കെ 1. JEE പരീക്ഷയില് ഈ 5 ഓപ്ഷൻസിൽ ചിലപ്പോ 5ഉം ശരിയായിരിക്കും, ചിലപ്പോ 4 ശരി ഉണ്ടാവുള്ളൂ, ചിലപ്പോ 3, ചിലപ്പോ 2, ചിലപ്പോ 1. എത്രയെന്ന് ഒരു പറയില്ല. അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഉത്തരം എഴുതാം. എഴുതാം. ഫുള്ള് എഴുതി കഴിഞ്ഞാല് തെറ്റി കഴിഞ്ഞാൽ 3 ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റാണ്, ഉത്തരം തെറ്റാണ്. മനസ്സിലായില്ലേ? അതായത് അത്രയും ബ്രില്യന്റ് ആയിരിക്കണം, അത്രയും പോയിന്റ് നമുക്ക് കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് JEE അത്രയും ടഫാണ്. അതുകൊണ്ടാണ് അത്രയും മിടുക്കരായ ആൾക്കാർ IIT പോലുള്ള സ്ഥലങ്ങളിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ മെല്ലെ ആ ലെവലിൽ എത്തണം. മനസ്സിലാവേണ്ടത്? നമ്മൾ ആ ലെവലിൽ എത്തണം. നമ്മളെ കൊണ്ടൊക്കെ കഴിയോ എന്ന് ചിന്തിക്കുക. അതേപോലെ നമ്മൾ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലുള്ളത് അല്ലെ? ഇവിടെ 90 കിട്ടിയാൽ A+ ആണ്, 91 കിട്ടിയ A+ ആണ്, 92 കിട്ടിയ A+ ആണ്, 100 കിട്ടിയാൽ A+ ആണ്. അപ്പൊ നമുക്ക് 1 മാർക്കിന്റെ വില നമുക്ക് അറിയില്ല. 1 മാർക്കിന്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഒരു കാര്യം പറഞ്ഞ നേരത്തെ പറഞ്ഞു, MES മെഡിക്കൽ കോളേജിൽ MBBS-ന് എത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞേ? 40 ലക്ഷം കൊടുക്കണം. നീറ്റ് പരീക്ഷയിൽ ഇത്തവണ 550 മാർക്ക് കിട്ടിയ ആൾക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടും. അവന്റെ ഫീസ് എത്ര? മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു, 1.5 ലക്ഷം രൂപ അല്ലെ? 5 കൊല്ലത്തിന് 1.5 ലക്ഷം രൂപയാണ്. എന്നാൽ 549 മാർക്ക് കിട്ടിയ ആൾക്ക്, 1 മാർക്ക് കുറഞ്ഞ ആൾക്ക് എവിടെ സീറ്റ് കിട്ടുക? അപ്പുറത്ത് MES മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടുക. എത്ര ഫീസ്? 40 ലക്ഷം രൂപ. 1 മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. 1 മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. അപ്പൊ നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം, അത്രയും അടിപൊളിയാവണം. റീവാലുവേഷൻ കൊണ്ടൊന്നും കാര്യമില്ല, റീവാലുവേഷൻ എടുക്കാം. ഇതെന്തല്ല, ഇത് നിങ്ങളെ മറ്റേ പരീക്ഷ അല്ലേ ഇത്? LSS സബ്ജക്റ്റീവ് അല്ലേ? LSS റീവാലുവേഷൻ എടുത്തത് കൊടുത്തിട്ടില്ല. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും എഴുതേണ്ടി വരും. ഒരു ദിവസം 3 മണിക്കൂർ അല്ലെ? ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക, നമ്മളിതൊക്കെ എഴുതി വന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. ആ നെക്സ്റ്റ് ലെവൽ നിങ്ങൾ പോകണം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടൂല, ഇതൊക്കെ എത്രയൊക്കെ പറ്റുമോ എന്ന് വിചാരിക്കണം. ഞാനും നിങ്ങളെ പോലെ ഒരു സർക്കാർ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ചു വന്നതാണ്. ഞാനും ഒരുപാട് ആൾക്കാരെ കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഏതെങ്കിലും CBSE സ്കൂളിൽ പഠിച്ച ആളല്ല, ഞാനും ഈ ഗവൺമെന്റ് സ്കൂളിലെ സിസ്റ്റത്തിലൂടെ വന്ന ആളാണ്. അപ്പൊ നമുക്കൊക്കെ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ആർക്ക് പറ്റും? നമുക്കും പറ്റും. എനിക്ക് അന്നുണ്ടായിരുന്നതിനേക്കാളും അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് LSS ഒന്നും കിട്ടില്ല, USS കിട്ടിയില്ല, LSS ഒന്നും കിട്ടില്ല, എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ പല ആൾക്കാരും മിടുക്കരായിട്ട് സയൻസ് ഫെയറിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും. എന്ത് ചെയ്യണം? നമ്മൾ മെനക്കെടണം. നമ്മുടെ സ്വപ്നങ്ങൾ എവിടെങ്കിലും
എന്താണ്? അവസാനിക്കുന്ന ഒന്നായി മാറരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്. ബോറടിക്കുന്നില്ലേ? ചൂടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ എവിടെയെങ്കിലും അവസാനിക്കുന്ന ഒന്നായിട്ട് മാറരുത്. റൈറ്റ്? ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൽ എഴുതാവുന്ന, നിങ്ങളുടെ സ്കൂളിൽ എഴുതാൻ NMMS മാത്രമല്ലാതെ ഒരുപാട് പരീക്ഷകളുണ്ട്. എല്ലാവരും അടുത്ത വർഷം 8ാം ക്ലാസ്സിൽ എത്തുന്ന എല്ലാവരും അടുത്ത വർഷമെങ്കിലും IOQM NSC എഴുതണം. ഓക്കെ? ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് എഴുതാവുന്ന. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ? പരമാവധി എഴുതണം. എസ്പെഷ്യലി ഗവൺമെന്റ് പരീക്ഷകൾ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. നെക്സ്റ്റ്. അപ്പോ എക്സാംവൈയുടെ ക്ലാസ്സസ് ഒക്കെ ഇതിന് NMMS-നും USS-നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. എക്സാംവൈയുടെ NMMS USS ചാനലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. എനിക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയാ, വലിയ സ്വപ്നങ്ങൾ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ പറ്റും. നമ്മളൊരാള് നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയാൽ, നമ്മളൊരാള് നമ്മുടെ കുടുംബത്തിന് ഡോക്ടറായി വന്നാൽ, നമ്മളൊരാള് നമ്മുടെ കുടുംബത്തിന് ഒരു IIT പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരു IAS എടുത്താൽ, ഒരു IPS എടുത്താൽ, നിങ്ങളും നിങ്ങളുടെ കുടുംബം മാത്രമല്ല, സ്കൂളിലെ നിങ്ങളൊരു പവർ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനെപ്പോഴും ആലോചിക്കാതെ നിങ്ങളൊക്കെ ഇതിനപ്പുറം ഒരു 5 കൊല്ലം 10 കൊല്ലത്തിനപ്പുറം നിങ്ങൾ ഈ സ്കൂളിലോട്ട് തിരിച്ചു വരിക. എന്തിന്? ഒരു IAS എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു IIT പോയിട്ട്, അല്ലെങ്കിൽ എയിംസിൽ പോയിട്ട്, അവിടെയുള്ള നിങ്ങളെ പോലുള്ളത് ആ സമയത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളുമായി സംസാരിക്കാൻ സംവദിക്കാൻ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്തുള്ള ആ പവർ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് നമുക്ക് പറ്റുമോ എന്ന് ആലോചിക്കുമ്പോ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ബിലീഫ്, ഒരു വിശ്വാസം ഇതൊന്നും നമുക്കുള്ളതല്ല എന്നുള്ളത്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തകർത്തെറിയേണ്ടത്. റോജർ ബാനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു കഥ പറയേണ്ട അവസാനം. റോജർ ബാനിസ്റ്റർ ഒരു ഓട്ടക്കാരനായിരുന്നു. 1950-കൾ വരെ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? 1.5 കിലോമീറ്റർ ആണ്. ഏകദേശം 1 കിലോമീറ്റർ 600 മീറ്റർ ആണ്. ഒരു മൈൽ ഒരിക്കലും 4 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കാൻ പറ്റില്ല എന്നാണ് ആൾക്കാരുടെ വിശ്വാസം. 4 മിനിറ്റ് താഴെ സമയം കൊണ്ട് 1 കിലോമീറ്റർ 600 മീറ്റർ ഓടി തീർക്കാൻ പറ്റില്ല, 1 മൈൽ ഓടി തീർക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഓടിയാൽ അയാളുടെ ഹൃദയം എക്സ്പ്ലോഡ് ചെയ്യും, പ്രഷർ കൂടിയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന വിശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ? ലോക ചരിത്രത്തിൽ ആരും ഓടിയിട്ടില്ല. റോജർ ബാനിസ്റ്റർ തീരുമാനിച്ചു, ഞാൻ ഓടും. അങ്ങനെ അയാള് കുറെ പ്രാക്ടീസ് ചെയ്ത് ഓടി 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ട് 1954 ഇവര് 1 മൈല് ഓടി. 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ട്. പക്ഷെ അത്ഭുതകരമായിട്ടുള്ള കാര്യം അതല്ല. ഇത്രയും കാലം ഓടാത്ത ആ ഓട്ടത്തില് രണ്ടാമത് ഒരാളും കൂടി എന്ത് ചെയ്തു? വീണ്ടും 4 മിനിറ്റ് താഴെ ഓടി. എത്ര സമയം അയാൾ എടുത്തു അറിയോ? 46 ദിവസം. ഇത് കഴിഞ്ഞ് 46ാമത്തെ ദിവസം അടുത്ത ആൾ ഓടി എടുത്തു. ഒരു വർഷത്തിനിടയിൽ 5 ആളുകള് ഈ 4 മിനിറ്റ് മൈൽ ബ്രേക്ക് ചെയ്തു. എന്താണ്? മനസ്സിലൊരു വിശ്വാസമാണ്, ഇത് കിട്ടൂല, ഇത് പറ്റൂല. ഒരാൾ അങ്ങോട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചപ്പോ ഓപ്പൺ എ ഫ്ലഡ് ഗേറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഒരു പ്രയോഗം. എന്താണ്? എല്ലാവരും പിന്നെ ഓടാൻ തുടങ്ങി. എല്ലാവരും വിശ്വസിക്കലാണ് ആദ്യം വേണ്ടത്. ഇതൊക്കെ നമുക്ക് ഉള്ളതാണെന്നുള്ള വിശ്വസിക്കണം. നമ്മളൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതൊക്കെ നേടും, നമ്മുടെ സ്കോളർഷിപ്പോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ആ ഒരു സീലിംഗ് ബ്രേക്ക് ചെയ്യണം. ഈ നാടിന്റെ അഭിമാനങ്ങളായിട്ട് നിങ്ങൾ മാറണം. അതിനെന്താ വേണ്ട വെച്ചാല് നമ്മുടെ സമയം ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ സാധാരണ എന്താ പറയാ, നേരത്തെ തുടങ്ങണം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. റൈറ്റ്? നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ നേരത്തെ തുടങ്ങണം. ഇതാരാ? മെസ്സിയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ സാധാരണ ഇങ്ങനെ ആലോചിക്കുന്നത്. രാവിലെ 7 മണിക്ക് എണീക്കും. ഇന്നത്തെ റീൽസും ഷോർട്സും യൂട്യൂബൊക്കെ ആരൊക്കെ വീഡിയോ ഒക്കെ ഇട്ടെന്നൊക്കെ കാണും. നല്ല ഫുഡൊക്കെ കഴിക്കും. പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചേരം കൂടി ഉറങ്ങും. ഫ്രണ്ട്സുമായിട്ട് കുറെ ചാറ്റ് ചെയ്യും. അല്ലെ? ഉച്ചക്ക് നല്ല മന്തിയൊക്കെ അടിക്കും. അല്ലെ? എന്നിട്ട് വൈകുന്നേരം കോച്ച് വരും, പറയുന്നു മെസ്സി വരും, കളിക്കും, ഗോളടിക്കാം. മെസ്സി വരുന്നു, ഗോളടിക്കും. ഇങ്ങനെയാണോ? ആണോ? പിന്നെ എന്തായിരിക്കും? എത്ര മണിക്ക് മെസ്സി എണീക്കുന്നുണ്ടാവും? 4 മണിക്ക് എണീക്കുന്നുണ്ടാവും. എന്നിട്ട് എവിടെ പോവും? ജിമ്മിൽ പോവും, ഓടാൻ പോവും. അല്ലേ? രാവിലെ എല്ലാ ഫുഡും മെസ്സിക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല പ്രോട്ടീനിഷ്യസ് ആയിട്ട് ഡയറ്റീഷ്യൻ പറയുന്ന ഡയറ്റ് കഴിക്കും. ഇന്നത്തെ കളിക്ക് വേണ്ടി പ്ലാൻ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള സാധനമാണോ? നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫുട്ബോൾ കോച്ചിങ് തുടങ്ങിയാൽ ആദ്യം 100 ആൾക്കാരുണ്ടാവും. അപ്പൊ കോച്ച് പറയും ദിവസം വന്ന് 10 റൗണ്ട് ഓടണം, ഇത്ര എക്സസൈസ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ കുറെ ആൾ പോകും. ലാസ്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോൾ 20 ആൾക്കാരുണ്ടാവും. അല്ലേ? പ്രാക്ടീസ് എന്നത് ബോറിംഗ് ആണ്.
പ്രാക്ടീസ് എന്നുള്ളത് റിപ്പീറ്റേറ്റീവ് ആണ്. മെസ്സി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആണ് മെസ്സി കളിക്കാൻ ഇറങ്ങുന്നത്. ഇതൊന്നും തന്നെ തുടങ്ങിയതാണോ? മെസ്സി ഏത് നാട്ടുകാരനാ? അർജന്റീന. മെസ്സി ഏത് ക്ലബിന് വേണ്ടി കളിക്കാനാ പോയത്? ബാഴ്സലോണ. എവിടെയത്? യൂറോപ്പിൽ, സ്പെയിനില്. മെസ്സി അർജന്റീനയിൽ നിന്ന് 13-ാമത്തെ വയസ്സിൽ, നിങ്ങളെ പല ആൾക്കാരും പ്രായത്തിൽ പോവാണ്. എവിടെ നിന്ന് ഇങ്ങോട്ട്? സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലോട്ട്. എന്തിന്? ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. 17-ാമത്തെ വയസ്സില് ബാഴ്സലോണയ്ക്ക് വേണ്ടി മെസ്സി ആദ്യമായി കളിക്കുമ്പോൾ മെസ്സി പറയുന്ന ഒരു വാചകമുണ്ട്. എന്താ നിങ്ങൾക്ക്? ഐ ആം എൻ ഓവർനൈറ്റ് സക്സസ്. മെസ്സി ഒരു അത്ഭുത ബാലനായിട്ടാണ് ആളുകൾ വാഴ്ത്തിയത്, അല്ലെ? ഫുട്ബോളിലെ മാന്ത്രികൻ, അല്ലെങ്കിൽ ഫുട്ബോളിലെ ഒരു അസാമാന്യമായ പ്രതിഭ ആണ് മെസ്സി. നമുക്ക് അറിയാം പ്രതിഭയാണ്. അപ്പൊ മെസ്സി പറഞ്ഞ ഓവർനൈറ്റ് സക്സസ് എന്ന് പറഞ്ഞിട്ട് എന്താ? ഒരു രാത്രി കൊണ്ട്, ഒരു ലോട്ടറി അടിച്ച പോലെ ഒരു രാത്രി കൊണ്ട് ഒരു സക്സസ്, ഒരു വിജയമായ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കും. മെസ്സി പറഞ്ഞു, ഐ ആം എൻ ഓവർനൈറ്റ് സക്സസ് ബട്ട് ഇറ്റ് ടുക്ക് മീ 17 years and 112 days. ഞാൻ ഓവർനൈറ്റ് സക്സസ് ആവാൻ ഒരു രാത്രിയാണ് എടുത്തത്, അല്ല 17 വർഷവും 112 ദിവസവും എടുത്തു. 17 വർഷവും 112 ദിവസവും. അതാണ് മെസ്സി ബാഴ്സലോണയിൽ കളിക്കാൻ എടുത്ത സമയം. മെസ്സിക്ക് 35-ാമത്തെ വയസ്സില് ഖത്തർ ലോകകപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ 20-30 കൊല്ലത്തെ പ്രാക്ടീസിന്റെ അവസാനമാണ് നേടിയെടുക്കുന്നത് ആലോചിക്കുക. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് എൻ ഓവർനൈറ്റ് സക്സസ്. ഒരു രാത്രി കൊണ്ട്, ലക്ക് കൊണ്ട് വിജയം നേടാന്ന് ആരും വിചാരിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടങ്ങാറാവണം, നമ്മൾ ബുദ്ധിമുട്ടണം, ബോറിംഗ് ആയ കാര്യങ്ങൾ ചെയ്യണം. മാത്സിന് ബെറ്റർ ആണോ? മാത്സ് ഇരുന്ന് ചെയ്യണം, അല്ലേ? സയൻസിന് ബെറ്റർ ആണോ? സയൻസ് ഇരുന്ന് ചെയ്യണം. സോഷ്യൽ സയൻസിന് ബെറ്റർ ആണോ? അതിരുന്ന് വായിക്കണം, ഗവേഷണം നടത്തണം. അങ്ങനെ ബോറിംഗ് റിപ്പീറ്റേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് വിജയം. അതിനുള്ള ക്ഷമയുള്ളവർക്കുള്ളതാണ് വിജയം എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും സമയം, ഇത്രയും ക്ഷമാപൂർവം ഈ ഒരു ഉച്ച നേരത്തെ എന്റെ ഈ സെഷനിൽ ഇരുന്ന് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അടുത്ത് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട്, വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. എല്ലാവർക്കും അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ അല്ല, ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ ഒരു അവസരം എനിക്ക് നൽകിയ, എന്നെ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെന്റ്, പ്രിൻസിപ്പൾക്ക് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.